ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് CGL 2025 വേണ്ടി. അതിലെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. ഇതിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസാണിത്. അപ്പോൾ ഇതിനു മുന്നേ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. SSC GD 2022 പ്ലേലിസ്റ്റിൽ നിന്നും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ബേസിക് ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മുന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ഓൺലൈൻ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ്. ഇനി മുമ്പേ ചെയ്ത ക്ലാസ്സുകളുടെ ക്വാളിറ്റി കണ്ടാൽ അറിയാം നമ്മളുടെ ക്ലാസ്സിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കറക്റ്റ് വേയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസ്സുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോമുല ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു ടൈം PRT/100. ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നല്ല സ്ട്രോങ് ആയാൽ മാത്രമേ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് നന്നായിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. മുന്നത്തെ ക്ലാസ്സുകളിൽ പെർസെൻറ്റേജിൻ്റെ ഒക്കെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. Damini purchased an item costing 7,500 and paid 3,500 as a down payment for the same. If the simple interest charged for the remaining amount is 9% per annum and Damini cleared all dues 4 months of the purchase, after 4 months of the purchase, how much did Damini pay after 4 months as interest? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ 7,500 രൂപയാണ് ആ ഐറ്റത്തിൻ്റെ വില. അതിൽ 3,500 രൂപ ഓൾറെഡി പൈസ അടച്ചു. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 7,500 മൈനസ് 3,500, 4,000 രൂപയാണ് അവർക്ക് അടയ്ക്കാനുള്ളത്. ഈ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ 3,500 രൂപ അടയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ചാർജ് ഫോർ ദ റിമൈനിങ് എമൗണ്ട് ഈസ് 9% പെർ ആനം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ശ്രദ്ധിച്ചോണം. 12 മാസത്തേക്കാണ് ഇവിടെ 9% റേറ്റ് ഉള്ളത്. എത്രയേ ഉള്ളൂ? 4 മാസമേ ഉള്ളൂ. ഇപ്പോൾ 12 മാസത്തേക്ക് 9% ആണെങ്കിൽ 4 മാസത്തേക്ക് എത്ര ശതമാനമാണ്? 12/4 ആണ്. 12/3 ആണ് 4 എന്ന് പറയുന്നത്. 9/3. 4 മാസത്തേക്ക് 3% നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. എന്തിൻ്റെ 3%? ബാക്കിയുള്ള പൈസയുടെ 4,000-ൻ്റെ 3%. 4,000-ൻ്റെ 10% 400 ആണെന്നറിയാം. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ 10% കിട്ടും. ഒരു സ്ഥാനം കൂടെ മാറ്റി പോയിന്റ് ഇട്ടാൽ 1% കിട്ടും. അപ്പോൾ 4,000-ൻ്റെ 1% 40 ആണെങ്കിൽ 3% 40 × 3 120 രൂപയായിരിക്കും. 120 രൂപയാണ് അവൻ എന്ത് ചെയ്യേണ്ടത്? 4 മാസം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേഷൻ ചെയ്യുന്ന വഴിയൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു വഴിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് പേന എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ടത്? നന്നായിട്ട് പഠിച്ചാലും നന്നായിട്ട് കാൽക്കുലേഷൻ്റെ എക്സസൈസ് ഡെയിലി ചെയ്താലും ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ് എല്ലാ ക്ലാസ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. 7,500 3,500 ഡിഫറൻസ് 4,000 രൂപയാണുള്ളത്. 9%, 12 മാസത്തേക്കാണ് 9. എന്നാൽ 4 മാസത്തേക്ക് 12/3 ആണ് 4, 30/3 3 കിട്ടും. അപ്പം 4,000-ൻ്റെ 3% 40 × 3 120. ഓപ്ഷൻ എ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഈസ് 1/5 ഓഫ് ദ സം ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം ഈസ് 4 times the number of years. If the interest rate increases by 2%, then what will be the simple interest on 5,000 for 3 years? നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം? ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കണം. അപ്പം അതിനു വേണ്ടിയാണ് ആദ്യത്തെയുള്ള ആ ഒരു സെൻറ്റൻസ് തന്നിട്ടുള്ളത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഈസ് 1/4 ഓഫ് ദ സം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 1/4 ഓഫ് ദ സം എന്ന് പറഞ്ഞാൽ സം 4 ആണെങ്കിൽ 1 ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 1/4. 1 4. ഇപ്പോഴും പ്രിൻസിപ്പലിലായിരിക്കും ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. 25% ആണ് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. 1/4 എന്ന് പറഞ്ഞാൽ 25% ആണ്. ഇൻറ്റു 100 ചെയ്യുക. പെർസെൻറ്റേജിൽ പഠിച്ച കാര്യം. ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം ഈസ് 4 times the number of years. അപ്പോൾ ഇത് നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ ഇത് നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ 4 times ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ത് കിട്ടും? ഇതിൻ്റെ 4/1 ഇതിൻ്റെ /4 ചെയ്ത് 25/4 ഇയേഴ്സ് ആയിരിക്കും. ഇതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇഫ് ദ ഇൻട്രസ്റ്റ് എത്തി 2% കൂടി. ഇൻട്രസ്റ്റ് 25 എന്തായി? 27 യെസ്.
ഇൻട്രസ്റ്റ് റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം ഈസ് ഓക്കെ. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്കിവിടെ യൂണിഫോം ആയിട്ടല്ല. ഓക്കെ, ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ 25% ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് 1/4 എന്നെടുക്കാൻ പറ്റത്തില്ല. കാര്യം അവിടെ ഒരു വർഷത്തെ കാര്യമല്ല പറഞ്ഞത്. ഒരു വർഷത്തെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ നമുക്ക് നമ്മളുടെ ഇൻട്രസ്റ്റ് ഇപ്പോൾ 4 രൂപയാണ് സമ്മെങ്കിൽ 1 ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. അപ്പോൾ 1 ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് 6 ആണെങ്കിൽ 6/100 ഇൻറ്റു റേറ്റ് പെർസെൻറ്റേജ് 4 ടൈംസ് ഓഫ് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ 6/4 ആണ്. ഇതിൻ്റെ 4 ടൈംസ് എടുക്കുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്. പെർസെൻറ്റേജ് മാറ്റാൻ /100 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് ആർ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും, 100 എന്ന് കിട്ടും. 6 എന്ന് പറഞ്ഞാൽ എന്താണ്, 10%. ശ്രദ്ധിച്ചോണം, റേറ്റ് പെർസെൻറ്റേജ് 10%. ഇപ്പോഴത്തെ ന്യൂ റേറ്റ് R' ആണെങ്കിൽ അത് 10ൻ്റെ കൂടെ 2 കൂട്ടി 12%. 12% ടൈം പീരീഡ് ഉണ്ട് 3 വർഷം. 5000 പ്രിൻസിപ്പൾ. ഒരു വർഷം 12% ഇവിടെ റേറ്റ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വർഷം എത്ര റേറ്റ് കിട്ടും? 3 × 12 36% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. എന്തിൻ്റെ? 5000ൻ്റെ. 5000ൻ്റെ 1% 50 50 × 36 36 × 5 180. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് 180 ആയിരിക്കും നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 18 ആയിരിക്കും നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റ്. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ഉള്ളൂ. ഇവിടെ ആദ്യം നമ്മൾ ചെയ്ത വഴിയാണെങ്കിൽ പ്രശ്നം നമുക്ക് 1/4 ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. അത് ഒരു വർഷത്തെ കേസല്ല, നമുക്ക് പെർ ആനമാണ് വേണ്ടത്. 25/4 ഇയേഴ്സിലാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് 25% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്ര വരും? ഇൻറ്റു 4/25. ഓക്കെ, അങ്ങനെയല്ല അപ്പോൾ കാൽക്കുലേഷൻ അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒരു വർഷത്തെ കാര്യമല്ല തന്നിട്ടുള്ളത്. ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. സിമ്പിളായിട്ട് പ്രിൻസിപ്പിൾ 4 ആണെങ്കിൽ 1 ഇൻട്രസ്റ്റ്. നമ്മുടെ 6 കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു റിലേഷൻ തന്നിട്ടുള്ളത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന വഴി നിങ്ങൾ പഠിച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ് എ സർട്ടൻ സം ബിക്കംസ് ഇത്രയും രൂപ ഇൻ 6 years ആൻഡ് ഇത്രയും രൂപ ഇൻ 10 years. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹാഡ് ബീൻ 2% മോർ, then in how many years would the sum have become ഇത്രയും? 76,000. അപ്പം നമുക്ക് ആദ്യം ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. 6 വർഷം കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഒരു സം ഇത്രയായി 10 വർഷം. പിന്നെ 4 വർഷം കൊണ്ട് എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? ചെറുതിൽ നിന്ന് ഡിഫറൻസ് എടുക്കാൻ വേണ്ടി ചെറുതിൽ നിന്ന് വലുതിലോട്ട് കൂട്ടിയാൽ മതി. 59,200 800 കൂട്ടുമ്പോൾ 60,000, പിന്നെ 12,000. 12,800 12,800 4 വർഷം കൊണ്ട് കൂടിയത്. ഒരു വർഷം കൊണ്ട് ഇതേപോലെ 4 ചെയ്യുമ്പോൾ 32,000 3200 രൂപയാണ് ഒരു വർഷം കൂടുന്നത്. 6 വർഷം കൊണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയായി കാണും? 32 × 6. 32 × 6 ഒരു വർഷത്തെയാണ് ഇത് 3200. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വേണമെങ്കിൽ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പിൾ വേണം. പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ സഹായം എടുക്കാം. ഇതിൻ്റെ സഹായം എടുക്കാന്ന് പറഞ്ഞാൽ ഒരു വർഷം 3200 ഇൻട്രസ്റ്റ് എങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് എല്ലാ വർഷവും സെയിം ആയിരിക്കും. അതേ ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. 32 എന്ന് പറയുമ്പോൾ 192.20. ഓക്കെ, അപ്പോൾ 19,200 രൂപ 59,200 എമൗണ്ട് ആണ്. പ്രിൻസിപ്പളിൻ്റെ കൂടെ 6 വർഷത്തെ ഇൻട്രസ്റ്റ് കൂടെ ചേർന്നിട്ടുള്ള എമൗണ്ട് ആണ് 59,200. അപ്പോൾ അതിലെ 6 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് 19,200. അപ്പോൾ 59,200 നിന്നും 19,200 കുറയ്ക്കുക, നമുക്ക് കിട്ടും 40,000 രൂപ. 40,000 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രിൻസിപ്പളിൻ്റെ കൂടെ 6 വർഷത്തെ ഇൻട്രസ്റ്റ് ആയ 19,200 കൂട്ടിയിട്ടാണ് നമുക്ക് 6 വർഷം കഴിഞ്ഞുള്ള എമൗണ്ട് ആയ 59,200 കിട്ടിയത്. അപ്പോൾ പ്രിൻസിപ്പൾ എത്ര രൂപയാണ്? 40,000 രൂപയാണ്. 4 0 രൂപ. ഇതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എത്ര കിട്ടും? ഇത് 32/400 നമുക്ക് 8 വെച്ച് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 4 16 വെച്ച് വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. 4/4/50 കിട്ടും, അല്ലെങ്കിൽ 2/25, അല്ലെങ്കിൽ 8%. 4/50 50ൽ 4 ആണെങ്കിൽ 100 എത്രയാണ്? 8%. ഇൻറ്റു 100 ചെയ്താലും മതി. കാൽക്കുലേഷൻ സ്പീഡ് ചെയ്യാം. ഇതെല്ലാം പേന എടുക്കുക ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. 8% നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്. 2% കൂടെ കൂടുതലായാൽ 8 എന്നുള്ളത് 10% ആയാൽ എത്ര സമയം കൊണ്ട് സം എത്ര ആവും? 76,000 ആവും. അപ്പോൾ 10 വർഷം ഉള്ള കാര്യം പറഞ്ഞു. നമുക്ക് പ്രിൻസിപ്പിൾ 40,000 രൂപയാണ്. അപ്പോൾ 2% കൂടുതലാണെങ്കിൽ എത്ര വർഷം കൊണ്ട്? 76,000. അപ്പോൾ 40,000 രൂപയാണ്. 10% ആണെങ്കിൽ നമുക്ക് എത്ര കൂടെ കൂടിയാൽ മതി?
36,000 രൂപയും കൂടെ കൂടിയാൽ മതി അല്ലേ? 40,000 രൂപയ്ക്കകത്ത് 36,000 കൂട്ടുമ്പോഴാണ് 76,000 വരുന്നത്. ഇതെല്ലാം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു വർഷം 10% കൂടുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വർഷത്തെ 10% എത്രയാണ്? 4,000 രൂപയാണ്. 4,000 രൂപ എത്ര വർഷം എടുക്കും? 9 വർഷം എടുത്താലേ 4,000 ഗുണം 9 36,000 കൊടുത്തോളൂ. അപ്പോൾ എത്ര വർഷം എടുക്കേണ്ടി വരും? ഓപ്ഷൻ എ 9 വർഷം. അപ്പോൾ ഇത് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും എഴുതേണ്ടി വന്നത്. നിങ്ങൾ കാൽക്കുലേഷൻ സ്പീഡുള്ള ഒരാളായിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിന് പോകാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. മാത്സ് അത്ര രീതിയിൽ ഫുൾ മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. GK അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പം മാത്സിന് ഫുൾ മാർക്ക് വാങ്ങുക. മാത്സിൻ്റെ നമ്പേഴ്സിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾ ക്ലാസ് എടുത്ത് പഠിക്കുക, ക്ലാസ്സുകൾ കാണുക, ഓർഡറിൽ കണ്ട് പഠിക്കുക. ഇപ്പോൾ പ്രീവിയസ് പഴയ ക്ലാസ്സുകളൊക്കെ എടുത്ത് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുത്ത് പഠിക്കുക. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷനിലെ ക്ലാസ് ആ നമ്പറിൽ വിളിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പേന എടുക്കാതെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പേന എടുക്കാതെ ചെയ്യാം. പക്ഷെ അതിന് എത്രത്തോളം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യണം എന്നുള്ളത് നോക്കൂ. 59,200 6 വർഷം, 10 വർഷം ഇത്രയായി. ഡിഫറൻസ് 4 വർഷം കൊണ്ട് 12,128, 12,800 ഒരു വർഷം 3,200. അതൊക്കെ ചെയ്യാം. ഒരു വർഷം 128 3,32 32,000. 6 വർഷം ആകുമ്പോൾ 192, 19,200. റേറ്റ് എന്ന് പറഞ്ഞാൽ 3,200 ഡിവൈഡ് ബൈ ഇതിനകത്ത് 19,200 കുറയ്ക്കുമ്പോൾ 40,000. 3,200 ബൈ 40,000 നോക്കുക. അപ്പോൾ 40, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഞാൻ ഇതേപോലെ ഒന്നും എഴുതത്തില്ല. 3,200ൻ്റെ 1% 400. 400 ഗുണം 8 ചെയ്ത് വെച്ചേക്കുന്നത്. 3,200 8% എന്ത് ചെയ്യാം? ഇത് എഴുതാതെ തന്നെ കിട്ടും. 8% കിട്ടും. ക്ലാസ് ആ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും പെർസെൻറ്റേജ്. 8% 10 അങ്ങനെയാണെങ്കിൽ 40,000 നിന്നും 76,000 വേണം. 36,000 കൂടണം. ഒരു വർഷം 10% ആണെങ്കിൽ 4,000 കൂടുന്നത്. അങ്ങനെ 9 വർഷം വേണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള വഴികൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരാളും ഇത്രയും എഴുതി ചെയ്യുന്ന ഒരാളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് പെൻ ഫ്രീയിലോട്ട് എത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിന് നല്ല ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലേ പറ്റും. നിങ്ങൾ കുറേ ക്ലാസ്സിൻ്റെയൊക്കെ കമൻറ്റ് നോക്കുമ്പോൾ കുറച്ച് പേര് മനസ്സിലാവത്തില്ലെന്ന് പറയുന്നതാണ്. അതിൻ്റെ കാരണം എന്താണ്? ആ ഒരു ലെവലിൽ പഠിക്കാത്തതുകൊണ്ടാണ്. അതിനുള്ള ക്ലാസ്സുകൾ ഉണ്ട്, പക്ഷെ അത് യൂട്യൂബിൽ അത്രയും ലെങ്തുള്ള ക്ലാസ്സുകളില്ല. അപ്പം അതിനാണ് ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾ അറിയണം. ഇതൊക്കെ പഠിച്ചിരിക്കുന്നവർക്ക്, കുറച്ച് പഠിച്ചവർക്ക് എന്താണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇങ്ങനെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ എ പേഴ്സൺ ടുക്ക് എ ലോൺ അറ്റ് 5% per annum simple interest during the first year and with an increase of 0.5% simple interest every year from the second year onwards. After 4 years, he paid rupees 4,600 as a total interest to settle the loan completely. How much was the loan? അപ്പോൾ ഇയാൾ 5% ആദ്യത്തെ റേറ്റ്. രണ്ടാമത്തെ വർഷമാകുമ്പോൾ 5.5 മൂന്നാമത്തെ വർഷമായപ്പോൾ 5.5 6 നാലാമത്തെ വർഷമാകുമ്പോൾ 6.5. അപ്പോൾ എല്ലാം എന്തിൻ്റെ തന്നെയാണ്? പ്രിൻസിപ്പളിൻ്റെ തന്നെയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോഴായിരുന്നു എമൗണ്ടിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്. ഇപ്പം നമുക്ക് ടോട്ടൽ പ്രിൻസിപ്പളിൻ്റെ എത്ര ശതമാനമായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്? 5 6 11 5 6 6 12 11 12 23% ഓഫ് പ്രിൻസിപ്പളായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ 23% 4,600% ആണ്. 100% എത്രയാണെന്ന് ചോദിച്ചാൽ 2 കഴിഞ്ഞിട്ട് 4 0. ഓപ്ഷൻ എ 20,000 രൂപയാണ്. ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ കിട്ടിയാലും കാൽക്കുലേഷൻ സ്പീഡ് ഒരു 4-5 മാസം, സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് 3-4 മാസം നിങ്ങൾ എഴുതണം. ഒരാഴ്ച എഴുതുമ്പോൾ തന്നെ വ്യത്യാസം അറിയാൻ പറ്റും. അങ്ങനെ ഒരു 3 മാസം എഴുതിയ ഒരാൾക്ക്, അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പേന എടുക്കാൻ ചെയ്യാൻ പറ്റും. 5 5.5 6 6.5. അപ്പോൾ 5 × 4 20. പിന്നെ ആ എക്സ്ട്രാ ഉള്ളതെന്ന് പറഞ്ഞാൽ 0.5 0.5 പിന്നെ ഒരു 1 6ൻ്റെ. ഓക്കെ, ഇപ്പോൾ 2 കൂടും 3 കൂടും 20 3 കൂടും. യെസ്, 2.5 ഒരു 1 20ൻ്റെ കൂടെ 3 കൂടും. യെസ്, 0.5 1 1.5 1.5 2 1 3 കൂടും 23% വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 4,600 100% എത്രയാണ്? 23 കൂടെ 2 ആണ് 46. ആൻസറിനകത്ത് നോൺ സീറോ ഡിജിറ്റ് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അങ്ങനെയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. A sum of money was lent in 2 parts in the ratio 4:5 for 4 years and 5 years respectively. അപ്പോൾ ഒരു എത്രയോ സം ഉണ്ടായിരുന്നു?
ആ സമ്മിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരെണ്ണം 4 വർഷത്തേക്കും ഒരെണ്ണം 5 വർഷത്തേക്കും. രണ്ടും 4:5 ഉള്ളത്. ബോത്ത് അറ്റ് ദ റേറ്റ് ഓഫ് 8% per annum സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്രം 2 പാർട്ടീസ് ഇത്രയാണെങ്കിൽ വാട്ട് വാസ് ദ ടോട്ടൽ സം ലെൻഡ്? അപ്പോൾ 4, 5, 9 യൂണിറ്റ്. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ സം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓപ്ഷൻ ഇതുണ്ട്. ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് 9ൻ്റെ അല്ല, ഇത് 9ൻ്റെ ആണ്, ഇത് 9ൻ്റെ ആണ്. അപ്പോൾ ആ ഒരു വഴി വേണ്ട. 4 വർഷത്തേക്ക് 8% ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സമ്മിൻ്റെ 8x4 ഒരു വർഷം 8% വെച്ച് 4 വർഷം 8×4 32% ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് പാർട്ട് 4 ആണെങ്കിൽ 4x ആണെങ്കിൽ അതിൻ്റെ 32% ആയിരിക്കും ആദ്യത്തെ ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ കേസിൽ 5 യൂണിറ്റ് ആണെങ്കിൽ, ഇപ്പം 5x ആണെങ്കിൽ അതിൻ്റെ 5×8 40% ആയിരിക്കും അവിടുത്തെ ഇൻട്രസ്റ്റ്. ബട്ട് ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 128% ഓഫ് എക്സും ഇവിടെ 200% ഓഫ് എക്സും ആണ്. അപ്പോൾ ആ ഡിഫറൻസ് എത്ര ആവുന്നത്? 128ഉം 200 72% അല്ലേ? 72% ഓഫ് എക്സ്. 72x%. 72%ൻ്റെ ആ ഒരു വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, 4 രൂപ 5 രൂപയാണെന്ന് എടുക്കാം. $4 5 എടുക്കാം, അങ്ങനെ എടുക്കാം. അതായിരിക്കും എളുപ്പം. ഞാൻ 4x ഇതൊന്നും എടുക്കുന്നില്ല. 4 രൂപ 5 രൂപയാണ് എടുത്തത്. ടോട്ടൽ 9 രൂപയാണ്. അപ്പോൾ 4ൻ്റെ 5ൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 4 രൂപയ്ക്ക് 4 വർഷത്തേക്ക് 8% എന്ന് പറഞ്ഞാൽ 4 വർഷത്തേക്ക് 8% 32%. 4ൻ്റെ 32% കിട്ടും. അത് ടോട്ടൽ 4 രൂപയുടെ 32%. 4ൻ്റെ 32%. ഞാനിവിടെ 400 500 എടുക്കുകയാണ്. അതിന് കാൽക്കുലേഷൻ എളുപ്പം. അപ്പോൾ 400 500 എടുത്തിട്ടുണ്ടെങ്കിൽ 4:5 ഏത് റേഷ്യോ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ 32% പറഞ്ഞാൽ 32 4 128 രൂപ കിട്ടും. ഇതിൻ്റെ 5ൻ്റെ ആണെങ്കിൽ 500ൻ്റെ ആണെങ്കിൽ 5 വർഷത്തേക്ക് 8% 40%. 1% 9 40% 200 ആണ്. ഇപ്പോൾ ഡിഫറൻസ് എത്ര വരുന്നത്? 72 ആണ് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 72ൻ്റെ പകരം എത്ര തന്നിട്ടുള്ളത്? 4680 ആണ്. അങ്ങനെ ഈ സം എത്രയാണ്? 900 ആണ് അല്ലേ? 72ൻ്റെ വാല്യൂ 4680 ആണെങ്കിൽ 900ൻ്റെ വാല്യൂ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? ഇവിടെ എന്താണ്? 9ൻ്റെ മൾട്ടിപ്പിൾ. ഇവിടെ 9 പോയി, ഇവിടെ 100, ഇവിടെ 8. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസറിനകത്ത് 9 വരുമെന്ന് നോക്കാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 8 × 5 40, 68നകത്ത് 8, 40നകത്ത് 5. അപ്പോൾ 585 0. 9 ഇല്ലാത്ത വാല്യൂ ആണ് ആൻസർ. കണ്ടോ, 9ൻ്റെ മൾട്ടിപ്പിൾ വന്നതേ ഇല്ല. കാര്യം എന്താ? ഇവിടുത്തെ 9നെ ഈ അടിയിലുള്ള 9 നോക്കി. 9ൻ്റെ മൾട്ടിപ്പിൾ നോക്കിയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ? അപ്പോൾ ഇങ്ങനത്തുള്ള ട്രാപ്പുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ SSC എക്സാംസിന് അവർ ഇടുന്നുണ്ട്. 9ൻ്റെ മൾട്ടിപ്പിൾ നോക്കി ഒരെണ്ണം മാത്രം 9ൻ്റെ മൾട്ടിപ്പിൾ ഇല്ല എന്ന് നോക്കിയിട്ട് ഒരെണ്ണം മാത്രമേ 9ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വരുന്നെങ്കിൽ എന്തായിരുന്നു? അത് ബ്ലണ്ടറായിട്ട്. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? നമ്മുടെ ഈ ഡിനോമിനേറ്ററിൽ നമ്മൾ ആ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് എന്ത് വന്നു? ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ. ആ 9ഉം ഈ 9 എന്ത് ചെയ്തു? ഇവിടുത്തെ 9ഉം കൂടെ വെട്ടിച്ചു. അത് കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മാക്സിമം പ്രാക്ടീസ്. നല്ല ക്വസ്റ്റ്യൻസും എടുത്ത് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. യെസ്, നെക്സ്റ്റ് അടുത്ത ദിവസം നോക്കാം. A certain amount is lent at x% per annum simple interest for 3 years. Instead, if the amount was lent at 3x% per annum simple interest for y more years, then the simple interest would have been 7 times the earlier interest. What is the value of y? നല്ലൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണിത്. നല്ലൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. 7 times the earlier interest. 7/1 ആണ് നമുക്കുള്ളത് റേഷ്യോ. 7 എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് കേസിൽ if the amount lent at 3x% per annum simple interest for y more years. അപ്പോൾ സെർട്ടൻ എമൗണ്ട് നമുക്ക് പ്രിൻസിപ്പൽ പി ആണെന്ന് വെച്ചു. അത് ലെൻഡ് അറ്റ് 3x%. 3x%ൽ 3x/100 എത്ര? y more years. അതായത് 3 + y years. ആദ്യമേ 3 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 3 + y ആണ്. y more years. താഴെ എന്താണ്? താഴത്തെ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് x%/100 എഴുതേണ്ട ആവശ്യമില്ല, വെട്ടിപ്പൊക്കോളും, ഇൻറ്റു ഇത്രയാണ് 3 years. അപ്പോൾ ഇത് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് എക്സും വെട്ടിപ്പോവും, 100ഉം പോയി, എക്സും പോയി, പിയും പോയി, വൈയുടെ വാല്യൂ കിട്ടും. ഇതിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും. 3ഉം പോയി, 3 + y = 7 എന്ന് വന്നു അല്ലേ? ഒന്നിങ്ങോട്ട് മൾട്ടിപ്ലൈ, ബാക്കിയെല്ലാം പോയി. 3 + y = 7 എന്ന് വന്നു. y = 7 - 3 = 4 എന്ന് കിട്ടി. നമ്മളുടെ ആ ഒരു സ്റ്റെപ്പിലൂടെ, ഒറ്റ സ്റ്റെപ്പിലൂടെ, ഇതിനാണ് നമ്മൾ മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഈ ക്വസ്റ്റിനെ സോൾവ് ചെയ്തു.
സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഒരുപാട് യൂസ്ഫുൾ ആണ്. നിങ്ങളത് എക്സാമൊക്കെ പഠിച്ച് നന്നായിട്ട് പോകുന്നവർക്കറിയാം. കുറച്ചൊന്ന് എവിടെയെങ്കിലും നിങ്ങൾ ഈ സിമ്പിൾ ടെസ്റ്റ് നിങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വേറെ എവിടെയെങ്കിലും പഠിക്കുന്നവരായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എ മാൻ ടുക്ക് എ ലോൺ ഓഫ് ഇത്രയും രൂപ അറ്റ് എ സർട്ടൺ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. The rate of interest is 1/4 of the number of years for which the loan is taken. If he paid rupees ഇത്രയും as interest at the end of loan period, the rate of interest. അപ്പോൾ ഇത്രയും രൂപയ്ക്ക് ഇത്രയും രൂപ 11,664 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കും. എത്ര ശതമാനമാണിത്? 10% 324.00 32,400 10% 3,740. 11,667 എന്ന് പറഞ്ഞാൽ 20% 6,000, 30% 9,000, 40% 12,000. 30% 40% ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അത് മനസ്സിലായി. 30% എന്ന് പറയുമ്പോൾ ഇതേ ഗുണം 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 9,700 സംതിങ്. 40% എന്ന് പറയുമ്പോൾ ഇതേ ഗുണം 4 ആണ്. നമുക്കിവിടെ യൂണിറ്റ് എന്ത് വന്നു? 4 വന്നു. അപ്പോൾ ഒന്നുകിൽ ഇത് 34% ആയിരിക്കും. 47% നോക്കാം. 1% യൂണിറ്റ് 4 വന്നാൽ 4 വന്നാൽ 4 എന്തുകൊണ്ട് പിടിച്ചാൽ ഇവിടെ 4 വരും? എന്തെങ്കിലും ഒന്നുകൊണ്ട് പിടിക്കണം, അല്ലെങ്കിൽ 4 എന്തുകൊണ്ട് പിടിക്കണം? 6 കൊണ്ട് പിടിക്കണം. 6 4 എടുത്തില്ല. അപ്പോൾ ഒന്നുകൊണ്ടല്ല, അടുത്ത വരും 36%. 36% നോക്കാം. 324 ഇൻറ്റു 36 നോക്കാം. 9 മൾട്ടിപ്പിൾ വരും. 9 മൾട്ടിപ്പിൾ ആണിത്. 10, 16, 18. അതെ, 36 4 147. നോക്കേണ്ട ആവശ്യമില്ല. 14 36 2 72 14 86 8 136 108 8 112 കറക്റ്റ് വന്നു. പക്ഷെ ഇത് കാൽക്കുലേഷൻ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാണിച്ചു തരുവാണ്. അല്ലാത്തൊരു ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കണം. ഇതിന്റെ ഡിഫറൻസ് എടുത്ത് ഇതിന്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി 36% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ്, ഇത് എഫക്റ്റീവ് റേറ്റാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എഫക്റ്റീവ് റേറ്റ്. എത്ര നാളത്തേക്കുള്ള നമുക്ക് അറിഞ്ഞൂടാ, എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് അറിഞ്ഞൂടാ. 36%. ഈ 36% എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ആക്ച്വൽ റേറ്റ് പെർസെൻറ്റേജിനെ എന്തുകൊണ്ട് ഗുണിക്കുന്ന? നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 1/4 ഓഫ് ദ നമ്പർ ഓഫ് ഇയേഴ്സ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 1/4 ഓഫ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് 4 ആണെങ്കിൽ മറ്റേത് 1 ആണ്. അപ്പം നമ്പർ ഓഫ് റേറ്റ് പെർസെൻറ്റേജ് 6 ആണ്. റേറ്റ് പെർസെൻറ്റേജ് 6 ആണെങ്കിൽ ഇത് എത്രയാണ്? 4R ആണ്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഓൾറെഡി ഇവിടെ ഉണ്ട്. 4 × R². 4 × R² വാല്യൂ നമുക്ക് 36 കിട്ടി അല്ലേ? ഇതിൻ്റെ 4 ഇരട്ടിയാണ്, റേറ്റിൻ്റെ 4 ഇരട്ടിയാണ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ R² വാല്യൂ 9 കിട്ടി. R വാല്യൂ എന്ത് കിട്ടി? √9%. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിലെ കാൽക്കുലേഷൻ ഇതാ ഇവിടെ കിടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ യൂണിറ്റ് വെച്ച് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഡിഫറൻസ് എടുത്ത് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 32,400 ഇത് നമ്മളുടെ ഡിഫറൻസ് എടുക്കുക. അത് 32,400 എത്ര ശതമാനം നമുക്ക് ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? 36 കിട്ടത്തുള്ളൂ. നമ്മുടെ ആ ഒരു അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. അർച്ചന took a loan of 78,000 from a bank on 24 January 2012 at 8.3/4% per annum simple interest and paid it back on 18 June 2012 when the total amount paid by Archana. അപ്പോൾ എത്ര രൂപ അവൾ അടച്ചു എമൗണ്ട്? 24 ജനുവരി തൊട്ട് 2012 ആണ്, ലീപ്പ് ഇയർ ആണ്. ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. 24 ജനുവരി തൊട്ട് 31 ജനുവരി വരെ 7 ദിവസം. ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. മാർച്ചിൽ 31, ഏപ്രിൽ 30, മെയ്യിൽ 31, ജൂൺ 18 ദിവസം വരെ. അപ്പോൾ എത്ര ഉണ്ട്? ഇത് 146 ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പറയാം. 16, 17, 18, 26. അതെ, 2, 4 ഇഷ്ടം 2, 4, 7, 10, 13, 14, 146. എന്തുകൊണ്ടാണ് 146 പറഞ്ഞതെന്നറിയോ? 73 × 5 ആണ് 365. 365 ദിവസം എന്ന് നമ്മൾ പറയുന്നത് ഒരു ലീപ്പ് ഇയർ ടോട്ടൽ വർഷത്തിൽ. ഇപ്പോൾ 73, 146, 73 × 3 219, 73 × 4 292, 365. ഇതൊക്കെയാണെങ്കിൽ എന്താണ്? ഒരു വർഷത്തെ 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നാൽ അതിൽ ഓരോ പാർട്ടാണ് ഇതെന്ന് പറയുന്നത്. 146 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, 2/5 ഇയർ ആണ്. 5-ന് കറസ്പോണ്ടിങ് ആയിട്ട് 365 ആണെങ്കിൽ 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് 146. 146 ഒരു ദിവസത്തെ ഇയർ ആക്കാൻ വേണ്ടി ബൈ 365 ചെയ്താൽ ഇപ്പോൾ 2/5 എന്ന് കിട്ടും. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ തിയറി ക്ലാസ്സിൽ നിങ്ങളെ ഓഫ്ലൈനിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ പഠിപ്പിക്കേണ്ട കാര്യമാണ്.
അപ്പോൾ ഇവിടെ 2/5 ഇയർ ആണ് 146 ദിവസം എന്ന് പറയുന്നത്. 146 ദിവസത്തേക്കായിരിക്കും ഇവർക്ക് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് നോക്കാം. 78,000 രൂപയാണ്. 78,000 രൂപയ്ക്ക് റേറ്റ് നമുക്കറിയാം 8.3/4%. 8.3/4 നമുക്ക് 8 × 4 32 മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക, വൾഗർ ഫ്രാക്ഷൻ ആക്കുക. 32 3 35 ഡിവൈഡഡ് ബൈ 4 ആണ് 8.3/4%. മാറ്റാൻ വേണ്ടി 2 0 ഇട്ടു. 100 ഇൻറ്റു 2/5 ഇയേഴ്സ്. അപ്പോൾ ഇത്രയായിരിക്കും അവൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 2 0 പോയി, ഇവിടെ 2 ഇവിടെ 2 ആയിട്ട് വെട്ടി, ഈ 2 പോയി 390. ഇത് 7 വന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര വരും? 63 6 21 6 27 2,730 രൂപ ഇൻട്രസ്റ്റ് വരും. 78,000 കൂടെ 2,730 80,000 730. അപ്പോൾ 80,730 രൂപ 80,730. അതിൻ്റെ അടുത്ത് വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്രോക്സിമേറ്റ് എമൗണ്ട്. എന്തുകൊണ്ടാണ് ഇത് അപ്രോക്സിമേറ്റ് 2/5 എടുത്തുകൊണ്ടാണ്. 366 ദിവസം എന്നാണ് നമ്മൾ പറയുന്നത്. കാര്യം ഇത് ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആയതുകൊണ്ട് അതുകൊണ്ടാണ് 146 ഡിവൈഡഡ് ബൈ 366 ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചേഞ്ച് വന്നത്. ആ ഒരു ചേഞ്ച് ആണ്. അതുകൊണ്ടാണ് എന്ത് വന്നത്, അടിയിൽ ഡിനോമിനേറ്ററിൽ വാല്യൂ കൂടി. നമ്മളിവിടെ 146/365 എടുത്തുകൊണ്ടാണ് 2/5 എന്ന് എഴുതിയത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ചെറിയ വാല്യൂ കൂടി കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൻ്റെ കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് കുറയും. വലിയ വ്യത്യാസമല്ലോ, 1ൻ്റെ വ്യത്യാസമുള്ളൂ. 80,000 അടുത്തുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ കേട്ടോ. 80,773. അല്ലാതെ നമ്മൾ 366 ചെയ്താൽ കാൽക്കുലേഷൻ കൂടുന്നതായിരിക്കും. അതുകൊണ്ടാണ് അവർ അപ്രോക്സിമേറ്റഡ് ടു നിയറസ്റ്റ് ഇഞ്ച് എന്ന് പറഞ്ഞത്. സെയിം ക്വസ്റ്റൻ ആയിരുന്നു. 80,729. 2 ക്വസ്റ്റനുണ്ട്. ക്വസ്റ്റൻ നോക്കാം. എ സം ഓഫ് ഇത്രയും രൂപ is divided into 2 parts is that the simple interest on part first part for 7.5 വർഷം at 8.1/3 per annum is 5/2 times the simple interest on second part for ഇത്രയും വർഷം at 8% per annum. What is the difference between 2 parts? അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് എക്സ് എന്ന് കൊടുക്കുന്നു. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ എന്തോന്ന് വിചാരിക്കും. എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യുക. ഫസ്റ്റ് പാർട്ടിൽ 7.5 വർഷത്തേക്ക് 8/1/3. 8/1/3 ആകുമ്പോൾ 1/12 ആണ് ഫ്രാക്ഷൻ വാല്യൂ. പെർസെൻറ്റേജ് പഠിച്ചാണ്. അത് എത്ര വർഷം? 7.5 വർഷം എന്നുവെച്ചാൽ 15/2 വർഷം. ഇത് പെർസെൻറ്റേജ് തന്നെയാണ്. ഇതാണ് ഫസ്റ്റിൻ്റെ ഉള്ള ഇൻട്രസ്റ്റ്. അതെന്ന് പറഞ്ഞാൽ 5/2 ടൈംസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സെക്കൻഡ് പാർട്ട് y ആണെന്ന് വെച്ചു. ഇത്രയും വർഷം 8%. 8% 2/25 ആണ്. 8/100 2/25 ആണ്. എത്ര വർഷത്തേക്ക്? 5 1/4 21/4 വർഷത്തേക്ക്. ഇതിന് x/y 2 പാർട്ടിൻ്റെ റേഷ്യോ കിട്ടും. എന്തായിരിക്കും x/y എന്ന് പറയുന്നത്? കോമൺ ആയിട്ടെല്ലാം കട്ട് ചെയ്ത് കളയുക. ഇവിടെ 5 25-നകത്ത് ഇവിടെ 5 വന്നു. ഈ 2 ഈ 2 പോയി. ഇവിടെ 5 വേറെ വെട്ടാനൊന്നുമില്ല. കോമൺ ആയിട്ടെല്ലാം വെട്ടുക. 5 ഇവിടെ 3 വെച്ചിട്ടും 5, ഇവിടെ 3 വെച്ചിട്ടും 4, വേറെ ഒന്നുമില്ല. കോമൺ ആയിട്ട് ഇവിടെ ഒരു 4 ഉണ്ട്. ഈ ഒരു 4 പോയി. വേറെ കോമൺ ആയിട്ടൊന്നുമില്ലല്ലോ. x/y എന്ത് വന്നു? ഇവിടെ വന്നു 2. ഇങ്ങോട്ട് പോകുമ്പോൾ 21 42 ഡിവൈഡ് ബൈ 25 42/25 യെസ് 42/25 വന്നു. അപ്പോൾ എക്സ് ഫസ്റ്റ് പാർട്ട് 45 42 ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് എത്രയാണ്? 25 യൂണിറ്റ് ആണ്. ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 42 25 67. കുറച്ച് റേഷ്യോയും കൂടെ അറിയാം. അപ്പോൾ 67 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. 50 250. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പാർട്സ് എന്ന് വെച്ചാൽ ഇതാണ് ഡിഫറൻസ്. 25 42 തമ്മിലുള്ള ഡിഫറൻസ്. 25 17 ആണ്. അപ്പോൾ നമ്മുടെ 17 കൂട്ടിയാണ് 42. അപ്പോൾ നമ്മുടെ ആൻസർ 17 മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് നോക്ക്. ഒരു 0 ഉണ്ട്. താഴെ 2 5 ഇല്ല. താഴെ 2 അല്ലെങ്കിൽ 5 ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ? ഈ 0 വെട്ടിപ്പോകത്തുള്ളൂ. നമ്മുടെ ആൻസറിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 0 ആയിരിക്കും. ഓപ്ഷൻ എ അല്ല. ഇനി 7 5 35 5 വരും. അപ്പോൾ 7 എന്തുകൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 5 വരും. 5 കൊണ്ട് ഗുണിച്ചാൽ പറ്റും. അപ്പോൾ ആൻസർ അവസാനിക്കുന്ന എന്തിലായിരിക്കും? 5 0 മനസ്സിലായോ? 0 എന്തായാലും കാണും. ഇവിടെ 5 ഉണ്ടെങ്കിൽ മാത്രമേ 7 5 35 ഇവിടുത്തെ യൂണിറ്റ് എന്ത് വരൂ? 5 വരത്തുള്ളൂ. വേറെ ഒരു യൂണിറ്റ് 7 വന്നാൽ 7 × 7 ഇവിടെ 9 0 അവസാനിക്കണം. ഇവിടെ 7 വന്നാൽ ഇവിടെ 9 0 അവസാനിക്കണം. ഇവിടെ 5 0 അവസാനിക്കുന്നു. മനസ്സിലായോ? ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. ഒരു കാൽക്കുലേഷൻ ചെയ്യാതെ. അപ്പോൾ ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്താൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ ഷോർട്ട് ട്രിക്കിൽ ചെയ്യുന്ന അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസം വളരെ വലുതായിരിക്കും. ഓപ്ഷൻ ബി നമുക്ക് ഇന്ത്യ ആൻസർ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സം. എ സം ഈസ് ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് വിച്ച് ഗീവ്സ് സിമ്പിൾ ഇൻട്രസ്റ്റ്.
സം ബിക്കംസ് ഇത്രയും ടൈംസ് ഇൻ 3 years. അപ്പോൾ 1.25 ടൈംസ് ആവും. ഇത് ഒന്നുണ്ടെങ്കിൽ അതെന്തായി 1.25 ആയി. എത്ര ശതമാനം? ബിക്കംസ് 0.25, അതായത് 0.25/1. 100 ആയിരുന്നെങ്കിൽ 125 ആയി. അതാണ് 25% 3 വർഷം കൊണ്ട് ഇൻക്രീസ് ചെയ്തു. ദർ ഈസ് എ റിക്വയർമെൻറ്റ് ഓഫ് 7,60,000 ആഫ്റ്റർ 7 years. ഹൗ മച്ച് എമൗണ്ട് ഷുഡ് വൺ ഡെപ്പോസിറ്റ് ടു ഫുൾഫിൽ ദ റിക്വയർമെൻറ്റ്? അപ്പം 3 വർഷം കൊണ്ട് എന്ത് ചെയ്യും? ഇത് 25% ആവും. 7 വർഷം കൊണ്ട് 76,000 സംതിങ് ആണ്. അപ്പോൾ 3 വർഷം കൊണ്ട് 25% കൂടിയാൽ 1 വർഷം കൊണ്ട് എത്ര കൂടും? 25/3% ആണ് കൂടുന്നത്. 25/3% ആണ് 1 വർഷം കൊണ്ട് കൂടുന്നത്. അപ്പോൾ 7 വർഷം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും കൂടുന്നത്? ഇതിനെ 7 കൊണ്ട് ഗുണിക്കാം. 1 വർഷം 25/3 ആണെങ്കിൽ 7 വർഷം കൊണ്ട് എത്ര ആവും? 25 × 7 175. 175/3% ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് അല്ലെങ്കിൽ 175/300 എന്ന് കൊടുക്കാം. 100 ആണ്. എത്ര ടൈംസ് ആവും 7 വർഷം കൊണ്ട്? ഇത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. 300 ആണെങ്കിൽ 175 കൂടും. 25 വെച്ച് കിട്ടുമ്പോൾ 7 ആണെങ്കിൽ 25 ചുറ്റുമ്പോൾ 1 12. അതായത് 12 ആണ് നമ്മുടെ സമ്മെങ്കിൽ എന്ത് ചെയ്യും? 7 നമുക്ക് ഇൻട്രസ്റ്റ് കൂടി എത്ര ആവും? 19 ആവും. അപ്പോൾ 19ൻ്റെ വിലയാണ് തന്നിട്ടുള്ളത് 76,000. 7 വർഷം കഴിഞ്ഞുള്ളത് 76,000 ആഫ്റ്റർ 7 years. ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് വഴിയാണ്. നിങ്ങൾ ഇതിൻ്റെ ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ കാണണം. 19 രൂപയാണ് 76,000. 4 കൊണ്ട് ഗുണിച്ചിട്ട് കുറേ 0 നമ്മൾ നോക്കണ്ട. അപ്പോൾ 12 ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇടേണ്ടത്. 12 എന്ന് പറഞ്ഞാൽ 12നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് കുറേ 0. 12 4 48. 48 കഴിഞ്ഞിട്ട് കുറേ 0 ആയിരിക്കും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ഇവിടെ നമ്മൾ ഒറ്റ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തോളൂ. അടുത്ത് പറഞ്ഞു 3 വർഷം കഴിഞ്ഞ് ഇത്രയും ടൈംസ് ആവും. അപ്പോൾ 100 ആണെങ്കിൽ 1.25 ആവും. 100 125 ആവും. 100 125 ആയാൽ ഇൻട്രസ്റ്റ് എത്രയാണ്? 100ൻ്റെ 25% കൂടുന്നത്. 3 വർഷം കൊണ്ട് 25% ആണെങ്കിൽ 1 വർഷം കൊണ്ട് 25/3 ആണ്. 7 വർഷം കൊണ്ട് 25 × 7/3 175/3 ആണ്. പെർസെൻറ്റേജ് ആയതുകൊണ്ട് അതിനെ ഞാൻ റേഷ്യോയിലോട്ട് മാറ്റി. റേഷ്യോ എന്ത് കിട്ടും? 7/12 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? 12 ആണ് നമ്മുടെ പ്രിൻസിപ്പൾ എങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കിട്ടും? 7 കിട്ടും. അപ്പോൾ ഈ ഒരു റേഷ്യോയും റിലേഷനും എല്ലാം പഠിച്ചെങ്കിലേ പറ്റും. പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും ആയിട്ടുള്ള റിലേഷൻ അതൊക്കെ നമ്മൾ ബേസ് ആയിട്ട് ക്ലാസ് ഫുള്ളായിട്ട് പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ 12 ആണെങ്കിൽ നമുക്ക് 7 ഇൻട്രസ്റ്റ് കിട്ടും. നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് 7 വർഷം കഴിഞ്ഞ് ഇത്രയും ആവണമെങ്കിൽ, ഇപ്പോൾ 12 ഞാൻ ഇട്ടാൽ 7 ഇൻട്രസ്റ്റ് കിട്ടി. 19 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എവിടെ കിട്ടുന്നത്? 7 വർഷം കഴിഞ്ഞ് കിട്ടുന്നത്. 7 ഇൻട്രസ്റ്റ് കൂടെ വന്നു 7 വർഷം കഴിഞ്ഞ്. അപ്പോൾ ഈ 19 വരെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 76. 19 × 4 ആണ് 76. കുറേ 0. അപ്പോൾ ഇടേണ്ട പൈസ എത്രയാണ്? 12 × 4 48. നമുക്ക് എഴുതാനുള്ള കാര്യത്തേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം മൈൻഡ് ഗെയിമാണ്. മൈൻഡിൽ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. ഇത് ഓരോ സെക്കൻഡിൽ നിങ്ങൾക്ക് വിലപ്പെടേണ്ടതാണ്. ഇത് ഈ ഒരു വഴിയിൽ നിന്നും നോർമൽ മറ്റേ വഴിയിൽ നിന്ന് ഇത് എന്ന് പറഞ്ഞാൽ ഒരു 30-35 സെക്കൻഡെങ്കിലും അല്ലെങ്കിൽ 40 സെക്കൻഡെങ്കിലും നിങ്ങൾ ലാഭിക്കുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ അതിന് നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, യെസ്. ഇപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ചെയ്തു. നിങ്ങൾ പഠിച്ച മെത്തേഡ്സിൽ നിന്നും നല്ല വ്യത്യാസമുള്ള മെത്തേഡ്സ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളാണ്. ആയിരിക്കും നിങ്ങളെ എന്ത് ചെയ്യുന്നത്? വിജയത്തിലോട്ട് എത്തിക്കുന്ന വ്യത്യസ്തമുള്ള മെത്തേഡ്സ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ്. ഓക്കെ, അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. എല്ലാ ക്ലാസ്സിലും കണ്ട് പഠിക്കാൻ നോക്കുക. മാത്സിന് മാത്രമായിട്ടുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് സീരീസ് നിങ്ങൾ ഇപ്പോഴല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് തിരഞ്ഞു വരും. യെസ്, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. എക്സാം 5 മാസത്തിനകം ഉണ്ട്. ഓക്കെ, യെസ്, ഓൾ ദി ബെസ്റ്റ്.